कौसल्या सुप्रजा रामः पूर्वा सन्ध्या प्रवर्तते. പ്ലസ് ടുവിൻ്റെ പരീക്ഷ തുടങ്ങുമല്ലേ? ആച്ചാ പഠിക്കും. നീ നന്നായിട്ട് പഠിച്ചിട്ട് വേണം എനിക്കാവാൻ പറ്റാതെ പോയ കാര്യങ്ങളൊക്കെ നിന്നെ കൊണ്ടാക്കാൻ. ഇല്ല അച്ഛാ, ഞാൻ നല്ലതായിട്ട് പഠിക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ ആഗ്രഹം അതൊക്കെ തന്നെ അച്ഛാ, പഠിച്ച് ജയിച്ചിട്ട് ഒരു ഡോക്ടർ ആവണമെന്ന്. മോന് ചായ കാപ്പി വല്ലതും വേണോ? വേണ്ട അച്ഛാ, കുഴപ്പമില്ല. ഇത് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്, പഠിക്കട്ടെ. പരീക്ഷ എങ്ങനെയും ജയിച്ചേ പറ്റൂ. ഇതിലാ എൻ്റെ തലവേര ഇരിക്കുന്ന. ഇതെന്തോ കെമിസ്ട്രിയോ? എല്ലാം ഒരു മൂടൽ മഞ്ഞ് പോലെ ഓർമ്മയില്ല. ഫിസിക്സ് ഡാർക്കാ. ഇതെന്തോ കണക്കോ? ഓഹോ, എല്ലാം ഏകദേശം ഒരുപോലെ. ഇതിലിപ്പോ ആദ്യത്തെ പരീക്ഷ ഏതാ? കെമിസ്ട്രി. അത് അച്ഛൻ വയലിലെടുത്തോണ്ട് പോയി. കെമിസ്ട്രി ഇത് വേണ്ട, വെട്ടോത്തിന്ന് തുടങ്ങാം. കെമിസ്ട്രി ഓക്കെ ആയി. ഇനിയിപ്പോ മാത്സാ. ഇത് കുറച്ച് പാടാം, മൊത്തത്തിൽ വെട്ടേക്കാം. എന്നെ കുറെ നീ വിഷമിപ്പിച്ചിട്ടുള്ളതാ, നിന്നെ ഞാൻ കാണിച്ചു തരാം. മാത്സ് കഴിഞ്ഞ് ഇനി ഫിസിക്സ്. അമ്മേ, ബാത്റൂമിലെ പൈപ്പ് ലീക്കാ, ഞാൻ അത് കീറിട്ട് ഒട്ടിച്ചു വെക്കാൻ പോവാ. ഒരുവിധം എല്ലാം കഴിഞ്ഞു. ഭഗവാനെ, ഒരു തവണയും കൂടി ഇനി പരീക്ഷ എഴുതാൻ സാധിപ്പിക്കല്ലേ. ഇനി പുസ്തകം പോലും ഇല്ല. കാത്തോണമേ, കാത്തോണേ. പിന്നെ എല്ലാ പുസ്തകവും ഞാൻ പഠിച്ച് തിന്ന് തീർത്ത്. ഇനി പരീക്ഷയ്ക്ക് മാത്രം പോയാ മതി അമ്മേ. ഫസ്റ്റ് പരീക്ഷ അനുഗ്രഹിക്കണം. നന്നായിട്ട് എഴുതണം കേട്ടോ. പോട്ടോ. ചേച്ചി ഇന്ന് പ്ലസ് ടുവിന്റെ എക്സാമിന് പോവാ. പോയി എഴുതിട്ട് വാ. നമ്മുടെ ശമ്പവൻ പിള്ളയുടെ മോനാ, നല്ലപോലെ പഠിക്കും. മിക്കവാറും റാങ്ക് കാണാം അവന്. മിടുക്കനാ. അപ്പം കെമിസ്ട്രിയുടെ എക്സാം ആണ്. എല്ലാവരും നല്ലപോലെ പഠിച്ചെന്ന് വിചാരിക്കുന്നു. പഠിച്ച കാര്യങ്ങൾ മാത്രം എഴുതുക, അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി അടിക്കാതെ ദൈവത്തെയൊക്കെ വിളിച്ച് പരീക്ഷ നല്ലപോലെ എഴുതുക. പറഞ്ഞു മനസ്സിലായോ? ഫുള്ള് പുസ്തകം കംപ്ലീറ്റ് എൻ്റെ നെഞ്ചത്തുണ്ട്, പടച്ചട്ട പോലെ. ഫിസിക്സിന്റെ പരീക്ഷയല്ലേ? ഞാൻ കൊണ്ടുപോയി തൊണ്ട് മൊത്തം ഫിസിക്സിന്റെയാ. എടാ, പഠിക്കാനോ പുസ്തകം എടുക്കുന്നില്ല. ടൈം ടേബിൾ എങ്കിലും നോക്കിയിട്ട് വന്നൂടെ? അവിടെ ഞാൻ ഇതിപ്പോ ഇനി എന്തോ ചെയ്യും? നീ എന്തായാലും ഇവിടെ ഇരിക്കും. മറ്റന്നാൾ ആ പരീക്ഷകൾ കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്തോന്നടാ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? എന്നെ കണ്ടുപിടി, ഞാൻ 3 സബ്ജക്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നോടാ കളി. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ പോവാണ്. അറിയാവുന്ന ഉത്തരങ്ങൾ ആദ്യം എഴുതി സമയം കളയാതെ എഴുതണം. പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരും.
എടാ ഇതൊക്കെ ഏതാ എടാ എടാ ഇത് ഏതാ ഇതൊക്കെ? ഈ കൊച്ചിന്റെ ഒക്കെ ആൻസർ ഞാൻ മൊത്തം വെട്ടിയെടുത്തോണ്ട് വന്നതാ. എന്നാലേ നീ സാറിനോടൊന്ന് ചോദിച്ചു നോക്കി. ചോദിച്ചല്ലേ? സാറിന് തെറ്റ് പറ്റിയെന്നാ തോന്നുന്നത്. താണ്ട കെമിസ്ട്രിയുടെ പരീക്ഷയ്ക്ക് സാർ എനിക്ക് ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊണ്ടുവന്നത്. താണ്ട ഞാൻ കൊണ്ടുവന്ന കോപ്പിയായിട്ട് ഒരു ബന്ധമില്ല. അതായത് നോക്ക്, സംശയമുണ്ട്. കോപ്പിയോ? ഇയാൾക്ക് കോപ്പി ഉണ്ടെന്നോ? കോപ്പി ഉണ്ടെന്നോ വല്ല ഇങ്ങെടുത്തേ. സ്കോഡ് വന്ന് നിന്നെ എല്ലാം പൊക്കി ഇങ്ങോട്ടോ. സാറേ ഈ ചോദിച്ച ക്വസ്റ്റ്യനും ഈ ആൻസറും തമ്മിൽ ഒരു ബന്ധമില്ല. പുസ്തകം മൊത്തം വെട്ടിയെടുത്തോണ്ട് വന്നു. അതാ സാർ എടുത്തോ, അടുത്ത വർഷം വരുന്ന പിള്ളേർക്ക് കൊടുക്കാം. എന്തേലും കാണിച്ചാടാ. ഇതുവരെയായിട്ട് ഞാൻ ഒന്നും എഴുതിയത് പോലും ഇല്ലടാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത്. ചുമ്മാ കള്ളം പറയല്ലേ. അമ്മയാണോ സത്യം? ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. എന്തേലും എഴുതുമ്പോൾ കാണിച്ചു തന്നെ. സാറേ എന്തുവാടാ? ഒരു ഡൗട്ട് സാറേ, ഇത് മോഡൽ എക്സാമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് സാറേ. ഒന്നും എഴുതാൻ പറ്റുന്നില്ല. ഇവിടെ അറിയാവുന്ന എഴുതി വെച്ചിട്ട് പോടേ. പഠിച്ച പുസ്തകത്തിലല്ലേ ചോദിക്കുന്നത്. ഇത് വായിച്ചു നോക്കും നല്ലപോലെ. സാറേ എനിക്ക് ഈ ക്വസ്റ്റ്യൻ ഡൗട്ടാ, ഒന്ന് ക്ലിയർ ചെയ്ത് തരാമോ സാറേ? വേണ്ട സാറേ. ഏത് ക്വസ്റ്റ്യൻ ഡൗട്ട്? സാറേ അഞ്ചാമത്തെ. എനിക്ക് ഒരു മനസ്സിലാവും. ഈ പിള്ളേർ ഇതൊക്കെ എങ്ങനെ എഴുതും? ഇതൊക്കെ പഠിപ്പിക്കുക. ഇത് എഴുത് നോക്കി വായിച്ചു. നല്ല ആലോചിച്ച് വായിച്ചു നോക്ക്. വായിച്ചു നോക്ക്. ആ സമയം കഴിഞ്ഞ് എല്ലാരും ആൻസർ കിട്ടിയോ? പേപ്പർ എടാ നീ വല്ല എഴുതിയായിരുന്നോ? എവിടുന്നാ? ഞാനൊന്നും എഴുതിയില്ല. പഠിപ്പി മൊത്തം എഴുതുന്നുണ്ട്. എടാ ആ പഠിപ്പി ഒന്നും എഴുതിയൊന്നുമില്ല. ഞാൻ കണ്ടില്ല. അവനൊന്നും എഴുതില്ല. അവൻ പൊട്ടനെ പോലെ ഇരിക്കുമായിരുന്നു. അവനൊന്നും അറിയത്ത് പോലും ഇല്ലായിരുന്നു. ഹലോ അച്ഛാ, അച്ഛൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? എന്തുവാടാ? ചാണകം വരാൻ പോകുന്ന കേസ്. ആ അത് കൺഫേം ആക്കിക്കോ. നാളെ തൊട്ട് ഞാനും ഉണ്ട്. കണ്ടപ്പോൾ തന്നെ ഫുൾ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ബാക്കി ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ഡീഗ്രേഡിങ്ങും കോൺഫിഡൻസും ഒക്കെ പോയി. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? കുഴപ്പമില്ല അച്ഛാ. +2 വിദ്യാർത്ഥികളെ ആകെ വിയർപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷകൾ. പഠിക്കാറൊക്കെ ഉണ്ടോ? പിന്നെ അവൻ്റെ അടുത്ത് ഞാൻ ഇന്ന് വരെ പഠിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവൻ സമയമാകുമ്പോൾ കറക്റ്റായിട്ട് പോയിരുന്ന പഠിച്ചോളൂ. ഞാൻ തോറ്റു കഴിഞ്ഞ എൻ്റെ അച്ഛന് നാണം കേടാണ്. എൻ്റെ അച്ഛൻ എല്ലാവരുടെയും മുമ്പിൽ നാണം കേടും. ഞാൻ കാരണം എൻ്റെ അച്ഛൻ എന്തോ അച്ഛാ? മോനെ ഞാനെല്ലാം അറിഞ്ഞു. നിനക്ക് ക്വസ്റ്റ്യൻ പാടാണെന്നും ജയിക്കാൻ സാധ്യത കുറവാണ്. നിന്റെ ഇപ്പോഴത്തെ ചിന്ത എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അല്ല അച്ഛാ, ആ ചിന്ത എന്തായാലും ഒരു നല്ല ചിന്തയല്ല. എടാ മോനെ, പല മഹാന്മാരും തോറ്റുകൊണ്ടാടാ ജയിച്ച് കാണിച്ചിട്ടുള്ളത്. നിനക്കൊരു വിഷയം പോയാൽ എന്താ, അത് നമുക്ക് തിരിച്ചെഴുതിയെടുത്താൽ പോരെ? നീ ഇങ്ങനെയുള്ള ചിന്തയൊക്കെ മാറ്റി വെച്ചിട്ട് അച്ഛനുണ്ടടാ നിന്റെ കൂടെ, നീ എന്തിനാ പേടിക്കുന്നേ? നീ ശ്രമിക്കാത്തത് കൊണ്ടൊന്നും അല്ലല്ലോ. ആൾക്കാർ അതും ഇതൊക്കെ പറയും, അത് നീ കാര്യമാക്കിയേ വേണ്ട. നീ എൻ്റെ മോനാ. നിനക്ക് എന്നെ അറിയാം, എനിക്ക് നിന്നെയും അറിയാം.